ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ബുധനാഴ്ചയോടെ കേന്ദ്രഭരണത്തിന്റെ അമരത്ത് 12 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. തുടർച്ചയായി 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദവിയിൽ പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി ഈ അപൂർവ റെക്കോർഡ് നേടിയത്. രാജ്യത്തെ ആദ്യ പൊതുചരിത്രത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച 4398 ദിവസങ്ങളുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. എന്നാൽ ആ റെക്കോർഡുകളെല്ലാം കടത്തിവെട്ടുന്ന മറ്റൊരാൾ കൂടെ ഇന്ത്യയിലുണ്ട്. വലിയ നേതാവ് എന്നൊന്നും പറയാനാകില്ല, എന്നാലും കുടുംബ പാരമ്പര്യം കൊണ്ട് നേതാവായ ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രീയം എന്താണെന്നോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ലെങ്കിലും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഒക്കെ നയിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടാകും. അദ്ദേഹം ഏറെ വർഷങ്ങളായി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന പേരിലാണ്. അതാണ് നമ്മുടെ രാഹുൽ രാജീവ് എന്ന രാഹുൽ ഗാന്ധി. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിലും ആ വിശേഷണം അദ്ദേഹത്തിനും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ പദവി അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാലം ഭാവി പ്രധാനമന്ത്രി എന്ന അത്യുന്നതമായ സ്ഥാനത്തിരുന്ന ശ്രീ രാഹുൽ രാജീവിന് മുന്നിൽ നരേന്ദ്രമോദി ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഭാവി പ്രധാനമന്ത്രി എന്ന കസേരയിൽ രാഹുൽ രാജീവ് ഉണ്ടാകും. രാജ്യം ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ ഇദ്ദേഹം ആദ്യമൊക്കെ സജീവമായി രംഗത്ത് നിൽക്കുന്നത് കാണാം. പിന്നീട് അതൊക്കെ മറന്ന് സ്വന്തം കാര്യം നോക്കിപ്പോകും. ഇപ്പോൾ തന്നെ രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും ഇദ്ദേഹം ആഞ്ഞടിച്ചു കഴിഞ്ഞു. മുൻപ് നടന്ന വോട്ട് ചോരിക്കും സർക്കാർ ചോരിക്കും പിന്നാലെ BJP ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചോരി നടത്തുകയാണെന്ന് രാഹുൽ പറയുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക ഇലക്ഷൻ കമ്മീഷൻ തള്ളിയതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഈ കടുത്ത ഞെട്ടിക്കുന്ന പ്രതികരണമുണ്ടായത്. എന്നാൽ സ്ഥാനാർത്ഥിയായ മീനാക്ഷി നടരാജനെ കൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇടയാക്കിയത് കോൺഗ്രസ് പാർട്ടി തന്നെ എന്നാണ് BJP ആരോപിക്കുന്നത്. വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ച ശേഷം ഇപ്പോൾ ഇരവാദം ഇറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അവർ പറയുന്നു. നേരത്തെ ശ്രീ രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തുമ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. രാഹുൽ ഇലക്ഷൻ കമ്മീഷനിലും ബീഹാറിലെ വോട്ട് കൊള്ളയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റു പല പ്രശ്നങ്ങളും ശ്രദ്ധിക്കുന്നില്ല എന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരാതി ഉന്നയിച്ചിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ച ശേഷം ചുരുക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുമെന്ന് പറഞ്ഞാണ് രാഹുൽ അന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എന്നാൽ ഹൈഡ്രജൻ ബോംബ് പോയിട്ടൊരു നാടൻ ബോംബ് പോലും പൊട്ടിയില്ല. ഈ വിഷയത്തിൽ കോടതികളെ സമീപിക്കുമോ എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ രാഹുൽ സാർ അതിന് ഉത്തരം നൽകിയതുമില്ല. താൻ രാജ്യത്ത് നടക്കുന്ന എല്ലാം അറിയുന്നുണ്ടെന്ന് കാണിക്കാൻ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ അഭിനയിക്കും. എന്നാൽ അതിന് പിന്നാലെ പോയി പ്രശ്നത്തിന് പരിഹാരം കാണാനോ അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ നീങ്ങാനോ ഒന്നും ഇദ്ദേഹം തയ്യാറല്ല. എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ അവസാനം വരെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുക എന്നതാണ് രാഹുൽ സാറിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. അതിനിടയിൽ അദ്ദേഹം പോലും അറിയാതെ വീണുകിട്ടിയ ഒന്നാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡ്. ഇനി ആരും ഈ റെക്കോർഡ് ഭാവിയിൽ തകർക്കാൻ പോലും ഒരു സാധ്യതയും കാണുന്നുമില്ല.